ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 2023 നടന്ന അറ്റൻഡർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. 1929 ലാഹോർ സമ്മേളനം നടന്നത്. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ സെഷനിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. അതുപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചതും ഈ ലാഹോർ സമ്മേളനത്തിലെ INCയുടെ ലാഹോർ സെഷനിൽ വെച്ചാണ് ഈ തീരുമാനം എടുത്തത്. അപ്പോൾ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉം, തെറ്റായ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയായ ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? താഴെ തന്നിരിക്കുന്ന സമരങ്ങൾ ഗേദ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരമാണ്. ഇതിൽ ഗേദ സമരം 1918 ഗാന്ധിജി ഗേദ സമരത്തിന് നേതൃത്വം നൽകിയത്. അതായത് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച രണ്ടാമത്തെ സമരമായിരുന്നു ഗേദ സമരം. 1917 ചമ്പാരൻ സമരം. ഗാന്ധിജി ചമ്പാരൻ സമരത്തിന് നേതൃത്വം നൽകിയത് 1917. ഈ രണ്ട് സമരമാണ് താഴെ തന്നിരിക്കുന്നതിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ സമരങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് ഗേദ സമരവും ചമ്പാരൻ സമരവും. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് AV അലക്സാണ്ടർ. ഈ 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അപ്പോൾ അംഗങ്ങളല്ലാതിരുന്ന വ്യക്തികൾ മൗണ്ട് ബാറ്റൺ പ്രഭുവും ഇർവിൻ പ്രഭുവും. അടുത്ത ക്വസ്റ്റ്യൻ, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെ? 1798 ഇത് നടപ്പിലാക്കിയത്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് 1798 ഇത് നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. ഇതിൻ്റെ വ്യവസ്ഥകളിൽ പെടുന്നതായിരുന്നു അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അതിനാവശ്യമായ ചെലവും കാര്യങ്ങളുമെല്ലാം ആ രാജ്യം, അതായത് നാട്ടുരാജ്യം, അവിടുത്തെ രാജാവ് വഹിക്കണമായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് കേഴ്സൺ പ്രഭുവാണ് ഇത് നടപ്പിലാക്കിയത് എന്നുള്ളത്. ഇത് നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും കൂടി ചേർന്നാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്ന് പറയപ്പെടുന്ന പേരുകളപ്പോൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്? അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ്? അയർലൻഡിൽ നിന്ന് കടമെടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശം മണിപ്പൂർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന പ്രദേശമാണ് മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? പാർലമെൻറ്റിന്. താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? വൈക്കം സത്യാഗ്രഹം TK മാധവൻ. പാലിയ സത്യാഗ്രഹം. പാലിയ സത്യാഗ്രഹത്തിൻ്റെ മെയിൻ നേതാവ് ആരായിരുന്നു? C കേശവൻ. ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയിലെ ജോഡി പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? വേദാധികാര നിരൂപണവും ആദിഭാഷയും. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകളാണ് വേദാധികാര നിരൂപണവും ആദിഭാഷയും. ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ഒന്നാമത്തെ
കോവിലകത്തും വാതുക്കൽ. 2 തൃശ്ശൂർ പൂരം ആരംഭിച്ചു. 3 കുളച്ചൽ യുദ്ധം നടത്തി. 4 കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ടത്: 1 കോവിലകത്തും വാതുക്കൽ. 2 തൃശ്ശൂർ പൂരം ആരംഭിച്ചു. 4 കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കിപ്പണിതു. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. 1721 ഇത് നടന്നത്. കലാപകാരികൾ ആഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവന ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ് ആറ്റിങ്ങൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഫ്രാൻസ്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം ഫ്രാൻസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയാണ് ഇടുക്കി. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ബാർലി. എന്താണ് ഖാരിഫ് വിളകൾ? അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷി ഇറക്കിയിട്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുക്കുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ. ഖാരിഫ് വിളകളിൽ പെടുന്നവയാണ് എള്ള്, നെല്ല്, കരിമ്പ്, പരുത്തി, ചണം, നിലക്കടല, ചോളം, റാഗി, ബജറ, ജോവർ, സോയാബീൻ, സൂര്യകാന്തി എന്നീ വിളകളാണ് ഖാരിഫ് വിളകളിൽ പെടുന്നത്. റാബി വിളകൾ മഞ്ഞുകാലത്ത് കൃഷി ചെയ്യുന്നതാണ് റാബി വിളകൾ. അതായത് ഒക്ടോബർ നവംബറിൽ കൃഷി ഇറക്കിയിട്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിളവെടുക്കുന്ന വിളകളാണ് റാബി വിളകൾ. ഗോതമ്പ്, പയർ, ബാർലി, ലിൻഡീസ്, കടുക്, പുകയില എന്നിവയാണ് റാബി വിളകൾ. സെയ്ദ് വിളകളിൽ ഉൾപ്പെടുന്നത് പഴങ്ങളും പച്ചക്കറികളുമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? 1998 മെയ് 17 മലപ്പുറത്താണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? പെരുങ്കുളം. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് പെരുങ്കുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101 ഭേദഗതി. GST വന്ന ഭേദഗതിയാണ് 101 ഭേദഗതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥൻ. 15ാം ധനകമ്മീഷൻ്റെ ചെയർമാൻ NK സിംഗ്. 16ാം ധനകമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, അതായത് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് M വിശ്വേശ്വരയ്യ. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? കറുത്ത മണ്ണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ? കണ്ടൽ വനങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമാണ് കണ്ടൽ വനങ്ങൾ. ബ്രഹ്മ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി? നർമ്മദ. ബ്രഹ്മ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ.
സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ഡെൽറ്റ സമതലമാണ് സുന്ദരവനം ഡെൽറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? ആസാം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. എന്താണ് മിഷൻ ഭൂമിപുത്ര എന്നുള്ളത് നോക്കാം. ആഗസ്റ്റ് 1, 2022 ആസാമിലെ ചീഫ് മിനിസ്റ്ററായ ഹിമന്ത ബിസ്വ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ഭൂമിപുത്ര. ഈ പദ്ധതിയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് ലളിതമായ രീതിയിൽ ഡിജിറ്റലൈസ് ചെയ്ത ജാതി സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുന്നു. പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ പൊതുസേവനം ലഭ്യമാക്കുക എന്ന സർക്കാരിൻ്റെ ഒരു ദൗത്യം കൂടിയാണ് മിഷൻ ഭൂമിപുത്ര എന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല? മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ലയാണ് മലപ്പുറം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? NH 744. NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം? വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? പാലക്കാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിൽ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? നൂറനാട്. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല? കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം? വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്? കുമളി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടി. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടിയിൽ. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി? അയണോസ്ഫിയർ. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളിയാണ് അയണോസ്ഫിയർ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വിത്തും കൈക്കോട്ടും എന്നത് ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ജൂൾ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? തെലുങ്കാന. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലുങ്കാന. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? രാജ്യത്ത് 5G സേവനങ്ങൾക്ക് ഉള്ള തുടക്കം. രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചത് 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ വെച്ചാണ്. ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ? പ്രജന്ത്. ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രജന്ത്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി? നൂറുമേനി. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി. ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവരും വീഡിയോസ് കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.